ഹലോ, നമസ്കാരം. പറയാതിരിക്കാൻ നിവൃത്തിയില്ല, പറയാം. നിങ്ങളൊന്ന് പറ്റിയാൽ ഫുള്ളായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. 2 ദിവസം മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞത്, ഇവിടെയുള്ള സിനിമ നടന്മാരൊക്കെ ഉണ്ടല്ലോ, അവരെന്നെ ഇവിടെയുള്ള ചില ആളുകൾ മനുഷ്യരായിട്ടൊന്നുമല്ല കൺസിഡർ ചെയ്യുന്നത്. പകരം അവരെ വേറെന്തോ ആരോ 2 കൊമ്പൊക്കെ ഉള്ള ജീവികളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്നായിരുന്നു ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഇവിടെയുള്ള എല്ലാ മനുഷ്യന്മാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാ ആളുകൾക്കും കൊള്ളേണ്ട യാതൊരു ആവശ്യവും ഇല്ല. പക്ഷേ ഇവിടെയുള്ള ചില ആളുകളുടെ ചില കാര്യങ്ങളോട് ഉള്ള ഒരു കാഴ്ചപ്പാടുകളുണ്ടല്ലോ, ചിന്താഗതികളുണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ മനുഷ്യന്മാരെ വേർതിരിവുകളോട് കൂടിയിട്ട് കാണുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ഇവിടെയുള്ള ചില ആളുകളുടെ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് മനുഷ്യന്മാരെ തന്നെ ഇങ്ങനെ വേർതിരിച്ച് കാണും. പല രീതിയിൽ പല കാരണങ്ങളോട് കൂടിയിട്ടുള്ള വേർതിരിവുകളായിരിക്കും ചില ആളുകളോടൊക്കെ പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ ചില കാര്യങ്ങളോട് പ്രകടിപ്പിക്കുക. ഇപ്പോൾ സിനിമ ജസ്റ്റ് ഞാനൊരു ഉദാഹരണമായിട്ട് എടുക്കുന്നു എന്ന് മാത്രം. ജസ്റ്റ് ഒരു ഉദാഹരണമാണ് സിനിമ, ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. സിനിമാക്കാര് സാധാരണക്കാര് സിനിമാക്കാര് ഇങ്ങനെ വേർതിരിച്ച് കാണുന്ന കുറേ ഗണാപ്പന്മാരും ഗണാപ്പത്തികളും ആക്ച്വലി ഉണ്ട്. ഈ സിനിമാക്കാരെ കുറിച്ച് ഇങ്ങനെ പറയും, അവര് പിന്നെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളുകളൊക്കെ ആണല്ലോ, അവരുടെ കുറേ കാശൊക്കെ ഉണ്ട്, അവർക്ക് കുറേ കാറ് വാങ്ങാം, വലിയ വീട് കെട്ടാം, അവർക്ക് പിന്നെ എന്തും ആവാലോ. ഇങ്ങനൊരു മനോഭാവം, ലൈക്ക് അവരെന്തോ വേറെ രീതിയിലങ്ങ് കാണാം, അവരെന്തോ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഓക്കെ, അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അവരെ തലയെ കൊണ്ട് നടക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവരെന്നിങ്ങനെ വേറെ കാണും, ലൈക്ക് അവര് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളൊന്നുമല്ല, ഇനി പിന്നെ അങ്ങനെ കണ്ടു കളയാൻ ഒരു വൃത്തിയായിട്ടൊരു ഒരു സംഭവമുണ്ട്. എന്താണ്, ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും നോക്കുന്ന സമയത്ത് കാണാം, ഇപ്പോൾ മോഹൻലാലാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും അവർ വീട് കെട്ട് അല്ലെങ്കിൽ കാറ് വാങ്ങി അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ അവരിടുന്ന സമയത്ത് ഇതിൻ്റെ താഴെ ഇങ്ങനെ ആൾക്കാർ വരും, ലൈക്ക് പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ, അങ്ങനെ കൊടുത്തൂടെ, ഇങ്ങനെ കൊടുത്തൂടെ, അത് ചെയ്ത് അവർ കാശിൻ്റെ അഹങ്കാരമാണ്, ജാടയാണ് കാണിക്കുന്നത്, ഓപ്പാണ്, ചക്കയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ആക്ച്വലി വരും. എന്തോ ഇവർക്ക് കാശുണ്ടാവുന്നതും അവര് ആർഭാടമായിട്ട് ജീവിക്കുന്നതൊക്കെ എന്തോ ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത പോലെയൊക്കെയുള്ള രീതിയിലാണ് പലരും അവരെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അവര് മനുഷ്യരല്ല, അവരങ്ങനെയൊന്നും ജീവിക്കാൻ പാടില്ല എന്നുള്ളതാണ് ചിലരുടെയൊക്കെ ഒരു മനോഭാവം. എന്തോ വല്ലാത്തൊരു അസൂയയും അല്ലെങ്കിൽ വല്ലാത്തൊരു കോനഷ്ടമൊക്കെ ഉള്ളതുപോലെ. അതേപോലെ ഞാൻ ഇവിടെ സാധാരണക്കാർ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ചില ആൾക്കാർ അങ്ങനെയാണ് മെൻഷൻ ചെയ്യുക, ചില മനുഷ്യരെ അങ്ങനെയാണ് മെൻഷൻ ചെയ്യുക, സാധാരണക്കാർ. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും മനുഷ്യരാണ്. അവിടെ സാധാരണക്കാർ, പണക്കാർ, സിനിമാക്കാർ, സാധാരണക്കാർ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ സാധാരണക്കാരെ കുറിച്ചിട്ട് ചില ആൾക്കാർ ഇങ്ങനെ പറയും, ഈ സോ കോൾ സാധാരണക്കാരെ കുറിച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ പറയാം, പാവപ്പെട്ടവര്. ഓക്കെ, പാവപ്പെട്ടവരോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ എന്നാലും ഇതിങ്ങനെ എടുത്ത് പറഞ്ഞിട്ട് വേർതിരിക്കേണ്ട യാതൊരു ആവശ്യവും ആക്ച്വലി ഇല്ല. ഈ വേർതിരിവുകളുടെ പ്രശ്നം എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നിഖില വിമല്, നമ്മുടെ ടോവിനോ തോമസ്, ഇവരൊക്കെ മറ്റേ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണ്. ടോവിനോ ഒക്കെ കഴിഞ്ഞ മറ്റേ പ്രളയമൊക്കെ വന്ന സമയത്ത് പുള്ളിയൊക്കെ ഇറങ്ങി പണിയെടുത്തിട്ടുള്ള ഒരാളാണ്. ആ സമയത്ത് പുള്ളിക്ക് കുറേ വഴി കേട്ടു, ലൈക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ബൂസ്റ്റപ്പിന് വേണ്ടിയിട്ടാണ്, കാട്ടിക്കൂട്ടലാണ്, ഷോ ഓഫാണ്, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഴി പുള്ളി കുറേ കേൾക്കേണ്ടി ആക്ച്വലി വന്നു. പുള്ളി സിനിമാ നടനാണെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾ പുള്ളി ചെയ്യാണ്ടിരിക്കേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. അയാൾ സിനിമാ നടനായാലും ആയില്ലെങ്കിലും ഒക്കെ അയാൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അതൊക്കെ. ഒരു പ്രയാസം വന്നാൽ അയാൾ ഇറങ്ങുന്ന ഒരാളായിരിക്കും. പക്ഷെ അയാളൊരു സിനിമാ നടനായതുകൊണ്ട് അയാൾ അങ്ങനെ ഒരു പ്രവർത്തനത്തിനായിട്ട് അന്ന് ഇറങ്ങിയ സമയത്ത് അത് പബ്ലിക്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് സ്പ്രെഡായി.
മനസ്സിലായില്ല. അല്ലാണ്ട് അയാളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കൊണ്ടുവന്നിട്ട് ഞാൻ എന്താ ഇങ്ങനെ സഹായിക്കുന്നുണ്ട്, ഞാൻ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് അയാൾ പോസ്റ്റ് ചെയ്തൊന്നുമല്ല. അയാളെ ഒരുപാട് ആളുകൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അയാൾ ഇറങ്ങി പ്രവർത്തിച്ച സമയത്ത് അതങ്ങ് പബ്ലിക്കിലേക്ക് വന്നു. അത്രയേ ഉള്ളൂ സംഭവം. പക്ഷെ അത് ആൾക്കാർക്ക് എന്തോ അല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതിനെ കയറിയിട്ട് ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ നിഖില വിമലാണെന്നുണ്ടെങ്കിലും ഇത്തവണ മറ്റേ വയനാടിൻ്റെ വിഷയമൊക്കെ വന്ന സമയത്ത് അവർ ഇറങ്ങി പണിയെടുത്ത ഒരാളാണ്. അവർ ഹെൽപ്പിനൊക്കെ വേണ്ടിയിട്ട് അവർ കൂടിയതാണ്. അപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൊന്നും ഞാൻ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ല. ഫേസ്ബുക്കിൻ്റെ അകത്ത് പല പേജുകളുമാണ് ഇതാ നിഖില വിമൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നു ലൈക്ക് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോസ്റ്റ് ഇട്ട് ഏതൊക്കെ പേജുകളിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവർ സെലിബ്രിറ്റി ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന ഒരാളായതുകൊണ്ട് ഒരു പോപ്പുലർ ഫിഗർ ആയതുകൊണ്ട് അവർ ചെയ്തൊരു പ്രവൃത്തി അവർ ഹൈലൈറ്റ് ആയിട്ട് ആക്ച്വലി വന്നു. അത് അവരുടെ തെറ്റല്ല. അല്ലെങ്കിൽ ടോവിനോ ആണെങ്കിൽ അവരുടെ തെറ്റല്ല. അത് അവർ നാലാൾ അറിയുന്ന ആളായതുകൊണ്ട് അവരത് ചെയ്ത സമയത്ത് മനുഷ്യരല്ലേ, അവർ ചെയ്യട്ടെ. എല്ലാവരെ പോലെ അവർ മനുഷ്യരാണ്, അവർക്ക് ചെയ്യാൻ തോന്നിയ കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ഇത് പോസ്റ്റ് വരുന്ന സമയത്ത് അതിൻ്റെ താഴെ പോയിട്ട് ഫുള്ള് ചീത്തവിളിയാണ് ആൾക്കാർ. മനസ്സിലായ? ലൈക്ക് അത് വെറുതെ ഷോ ഓഫ് ആണ്, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്, പട്ടി ഷോ ആണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആക്ഷേപിക്കും. നല്ലതിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ലല്ലോ ആൾക്കാർക്ക്. അതെന്തുകൊണ്ടാണ്? നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കാണുന്ന സമയത്ത് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഒരു പ്രയാസമാണ്, അല്ലെങ്കിൽ അതിനെ മുഖം തിരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ്. ലൈക്ക് അതാണ് ആൾക്കാർ പറയുന്നൊരു ഉടനെ ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ ഒരു വേർതിരിവിൻ്റെ പ്രശ്നം വരുന്നത്. ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നത് എന്താണ്, ഇവിടെ ഒരുപാട് സാധാരണക്കാർ സഹായത്തിനായിട്ട് ഇറങ്ങുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഇല്ലാത്തടത്തുനിന്ന് പൈസ എടുത്തിട്ട് സഹായത്തിനായിട്ട് ഇറക്കുന്നുണ്ട്, സാധാരണക്കാരിങ്ങനെ റിസ്ക് എടുത്തിട്ട് എന്താണ് പ്രവർത്തനത്തിനായിട്ട് വയനാടും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ അത്രയൊന്നും വരില്ലല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ അത്ര എന്താണ് വലിയ കാര്യമൊന്നുമില്ലല്ലോ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ കടന്ന് ചെയ്യുന്ന സമയത്ത്. സോ അതുകൊണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് അത്ര പബ്ലിസിറ്റിയുടെ ആവശ്യമൊന്നുമില്ല, എന്താണ് അതിനെ എടുത്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ വെറും വണ്ടി ഷോ ആണ്, സാധാരണക്കാരുടെ സംഭവം എടുത്ത് കാണിക്കി, അതെന്താ കാണിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അങ്ങോട്ട് ചിന്തിച്ചിട്ട് അങ്ങോട്ട് കമൻറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് വിടുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെ ഈ സാധാരണക്കാർ പാവപ്പെട്ടവരെന്ന് പറഞ്ഞ് എന്തൊക്കെയോ ഒരു കോംപ്ലക്സും എന്തൊക്കെയോ ഒരു ഇൻസെക്യൂരിറ്റിയും കൊണ്ടൊക്കെയാണ് ഇവിടെയുള്ള പല മനുഷ്യന്മാരും ജീവിക്കുന്നത്. അത് ഇൻസെക്യൂരിറ്റി കോംപ്ലക്സ് ഇത് തന്നെ പ്രശ്നം. ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ബാക്കിയുള്ള ആൾക്കാരെ അംഗീകരിക്കാനും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെയൊക്കെ അംഗീകരിക്കാനും ഒക്കെ ഒരു പ്രയാസം വരുന്നത്. ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇത് സാമാന്യ കോമൺ സെൻസ്, സാമാന്യം ചിന്തിക്കാൻ കഴിവുള്ള ബുദ്ധിയുള്ള ആൾക്കാർക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമല്ലേ. അല്ലെങ്കിൽ ചിന്ത വിട്, ഒരു പോസിറ്റീവ് തോട്ട് പ്രോസസ് ഉള്ള അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ചിട്ട് പെരുമാറാൻ അറിയാവുന്ന നല്ല മനസ്സുള്ള ആൾക്കാർ ഒബ്വിയസ്ലി അവർ സിനിമാക്കാരാണോ മറ്റവരാണോ മറിച്ചവരാണോ എന്നൊന്നും നോക്കൂല. അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് നല്ലൊരു പ്രവൃത്തിയാണ് എന്നുണ്ടെങ്കിൽ, ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ലാലേട്ടൻ ചെയ്താലും മമ്മൂക്ക ചെയ്താലും ടോവിനോ ചെയ്താലും നിഖില വിമൽ ചെയ്ത് കഴിഞ്ഞാലും അവരാരാണ് എന്നുള്ളതല്ല വിഷയം. ഓക്കെ, അവർ ചെയ്യുന്ന പ്രവൃത്തി നാല് ആൾക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്, നല്ലൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുക, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അത്തരത്തിൽ ചെയ്യുന്ന ആൾക്കാരെ കൂടുതൽ എൻകറേജ് ചെയ്യുകയാണ് ആക്ച്വലി ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ മറ്റുള്ള ആൾക്കാർ ചെയ്ത കാര്യങ്ങളെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ അവരെ താഴ്ത്തിക്കിട്ട് സംസാരിക്കുകയല്ല. മനസ്സിലായി? അത് സംസാരിക്കേണ്ട കാര്യമില്ല. എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിൽ സാധാരണക്കാർ സെലിബ്രിറ്റി അങ്ങനെയൊന്നുമില്ല. എല്ലാവരും അങ്ങനെ നോക്കുകയാണെങ്കിൽ സാധാരണക്കാരാണ്, എല്ലാവരും മനുഷ്യന്മാരാണ്. സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ കുറച്ചതൊരു സിനിമ എന്ന് പറയുന്ന മേഖല കുറച്ചുകൂടി പോപ്പുലർ ആയതുകൊണ്ട് അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ കുറച്ചും കൂടി ആളുകളിലേക്ക് ഹൈലൈറ്റ് ആയിട്ട് പോകുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ആക്ച്വലി ഉള്ളൂ. അതിൽ അവർ ഹൈലൈറ്റ് ആയിട്ട് അവരൊരു കാര്യം ചെയ്യുന്ന സമയത്ത് പബ്ലിക്കിലേക്ക് വരുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാർ കയറിയിട്ട് ഇവിടെ ഇവരെ ചീത്ത വിളിക്കേണ്ട യാതൊരു ആവശ്യമില്ല, അല്ലെങ്കിൽ ഇവരെ പുച്ഛിക്കേണ്ട കാര്യമില്ല, താഴ്ത്തിക്കെട്ടേണ്ട കാര്യമില്ല. അവിടെ കയറിയിട്ട് സാധാരണക്കാർ ഇതിനെക്കാട്ടിലും ചെയ്യുന്നു, അത് പറയുന്നില്ല ഇത് പറയുന്നില്ല എന്നും പറഞ്ഞിട്ട് കുരുപൊട്ടിക്കേണ്ട ആവശ്യം എന്താണ്? പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ കുറേ ആൾക്കാർ രാഷ്ട്രീയം, മതം, ജാതി ഇതൊക്കെ കൂടി കുത്തിക്കയറ്റിയിട്ട് അത്തരത്തിലുള്ള വേർതിരിവുകളും കൂടിയിട്ട് കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള തൊലിഞ്ഞ ചിന്താഗതികളും പല ആൾക്കാർക്കും ആക്ച്വലി ഉണ്ട്. ആ ഒരു ചിന്താഗതിയിലൂടെയും വരുന്ന ചില കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ സോഷ്യൽ മീഡിയക്കകത്ത് കാണാൻ ഇടയാവുന്നുണ്ടെന്നുള്ളത് മറ്റൊരു റിയാലിറ്റിയാണ് ആക്ച്വലി. പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യന്മാർക്ക് പ്രാന്താണ്. ഇവിടെ എത്ര എന്താണ് പറയുക, പ്രയാസപ്പെട്ട സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മഴയും അതും ഇതും നമ്മുടെ അവിടെ ഒന്നും വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങളില്ല, എന്നാലും ഭയമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് പോലും ആൾക്കാർ ഇവിടെ കോംപ്ലിക്കേറ്റഡ് മത്സരമാണ് ചീത്ത വിളിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഈ കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് കുറ്റം കണ്ടുപിടിക്കാൻ മാത്രമേ അറിയുള്ളൂ, അല്ലാണ്ട് നല്ലത് കണ്ടാൽ നല്ലത് ചെയ്യാനും വയ്യ, എന്താണ് പറയുക, ചെയ്യണ കണ്ടാൽ അംഗീകരിക്കാനും വയ്യ, ഒന്നിനും വയ്യ. വേട്ട വളിയന്മാരാണ്, വളിച്ചുകളാണെന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ. പിന്നെ അടുത്തൊരു കാര്യം, നമ്മുടെ ലാലേട്ടൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ പാവം
ബോംബെയിൽ നിന്ന് കോഴിക്കോട് വരികയാണ്. വന്ന സമയത്ത് വയനാട് പോകാൻ വേണ്ടിയിട്ട് പുള്ളി വന്നു. അതൊരു പോസിറ്റീവ് നല്ല കാര്യമാണ്. അതെന്താ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാനൊരു പ്രയാസം എന്താ? അങ്ങേക്ക് വരേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ പുള്ളിക്കാരൻ റെസ്പോൺസിബിൾ ആയിട്ട് പുള്ളിക്കാരൻ വയനാടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ആ ഒരു സംഭവ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പുള്ളി റെഡി ആയത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പുള്ളി വരുന്ന സമയത്ത് എയർപോർട്ടിൽ നിന്ന് മിലിറ്ററി മറ്റേ പട്ടാളക്കാരൊക്കെ ആയിട്ട് വരുന്നൊരു സംഭവം കണ്ടപ്പോഴേക്കും ആ സമയം തൊട്ടേ ആൾക്കാർ കമന്റ് ബോക്സിൽ പൊട്ടിക്കാൻ വേണ്ടി തുടങ്ങി. ഇത് ലാലേട്ടൻ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, ഇയാൾക്ക് നാണമില്ലേ, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ഷോ ഓഫ് ആണ്, പട്ടി ഷോ ആണ്, അല്ലെങ്കിൽ എന്താണ് കോമാളിത്തരമാണ് ഇയാൾ കാണിക്കണത്, അല്ലെങ്കിൽ ഇത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കുരുപൊട്ടിച്ച ആൾക്കാർക്ക് മറുപടി കിട്ടിയത് വേറെ കാര്യം. എന്താണ് പറയുക, 3 കോടി രൂപ എന്താണ് സഹായത്തിനായിട്ട് ഉള്ള പരിപാടികളൊക്കെ മൂപ്പര് ചെയ്യാനുള്ള ഇതൊക്കെ പുള്ളി പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. പുള്ളി അത് ചെയ്യും, മനസ്സിലായി. അല്ലാതെ എന്തായാലും കുരുപൊട്ടിച്ച ആൾക്കാർക്ക് കുറച്ചും കൂടി എന്തായാലും നല്ല കാര്യമായിട്ട് കിട്ടി. പക്ഷെ അത് ഈ 3 കോടിയുടെ കാര്യം ആൾക്കാർ അറിഞ്ഞതിന് ശേഷവും ഇപ്പോഴും പുള്ളിനെ നെഗറ്റീവായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. അത് വെറും വെറുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ്. അവരെ നമുക്ക് തിരുത്താനൊന്നും ആക്ച്വലി പറ്റില്ല. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പോൾ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ പട്ടി ഷോ അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്നൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ചിന്തിക്കാൻ ശേഷിയുണ്ടെങ്കിൽ തലയെ തീട്ടോ അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തിനാണ് ഇനി പബ്ലിസിറ്റി, അല്ലെങ്കിൽ പുള്ളി എന്തിനി ഷോ കാണിക്കണം? പുള്ളിക്ക് അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? പുള്ളിക്ക് അതിൻ്റെ യാതൊരു ആവശ്യമില്ല. പുള്ളിക്ക് പബ്ലിസിറ്റി ഇതെന്താ പറയുക, ആൾക്കാർക്ക് ബുദ്ധിയില്ലാത്ത പ്രശ്നമൊന്നുമില്ല. ചില ആൾക്കാർ ബുദ്ധിയില്ലാത്ത പോലെ അഭിനയിക്കുകയാണ്. ഹെയ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടന്നിട്ട് വിമ്മിഷ്ടത്തിൽ ആൾക്കാർ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. മോഹൻലാലിന് ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. ഒരുപാട് ആൾക്കാർ അറിയാവുന്ന, ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാള്. അപ്പോൾ അയാൾ ഓൾറെഡി പബ്ലിക്കിൽ അറിയാവുന്ന ഒരു ബ്രാൻഡാണ് പുള്ളി. അല്ലെങ്കിൽ പുള്ളി ഒരു പബ്ലിക് ഫിഗറാണ്, മനസ്സിലായില്ല, ഒരു ബ്രാൻഡാണ് പുള്ളി. എന്താണ് പറയുക, അപ്പം എന്താ പറയുക, അയാൾക്ക് ഒരു പബ്ലിസിറ്റി അല്ലെങ്കിൽ പട്ടി ഷോ കാണിച്ച ആൾക്കാരുടെ ഇടയിൽ ആളാവാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഈ ഒരു എന്താണ് പറയുക ദുരിത സാഹചര്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഒരു പ്രവർത്തനം ഭയങ്കരമായിട്ട് കാഴ്ചവെക്കേണ്ട യാതൊരു ആവശ്യവും ആക്ച്വലി ഇല്ല. അതിലൂടെ ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യവും മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇല്ല എന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടുള്ള ഒരു വെറുപ്പ് ആൾക്കാരുടെ മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു വെറുപ്പ് ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാരണം കിട്ടിയ സമയത്ത് അങ്ങ് തുപ്പുന്നു എന്ന് മാത്രം. പട്ടി ഷോ, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇയാൾക്ക് നാണമില്ല, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാർ എല്ലാവരുടെയും എന്താണ് കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു പരിപാടി അല്ലാണ്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമൊന്നുമില്ല. പിന്നെ പുള്ളി ആ ഒരു യൂണിഫോം ഇട്ട് വന്നൊരു സംഭവത്തിനെ കളിയാക്കുന്ന കുറേ വേട്ടാവളിയന്മാരുണ്ട്. എന്തിനു കളിയാക്കണം? അതിലെന്താണ് ഇപ്പോൾ ഇത്ര കുഴപ്പം? പുള്ളി അങ്ങനെ ആ ഒരു വേഷം ഇട്ടിട്ട് വന്ന് പുള്ളി ലഫ്റ്റനന്റ് കേണൽ ഒരു പദവിയുള്ള ഒരാളാണ് അയാൾ. അത് ഇട്ടത് കൊണ്ട് ആൾക്കാർക്ക് ദ്രോഹം ഉണ്ടായോ? അല്ലെങ്കിൽ പുള്ളി അത് ഇട്ടിട്ട് എന്താണ് പറയുക ആ ഒരു ദുരിത സംഭവിച്ച ആ ഒരു ഏരിയയിലേക്ക് പോയതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായോ? അത് കുറേ ആൾക്കാർക്ക് അങ്ങേരെ കൊണ്ട് ഉപകാരം ഉണ്ടാവാനാണ് ആക്ച്വലി പോകുന്നത്. അങ്ങേരെ കൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അപ്പോൾ അയാൾ ചെയ്യുന്ന നല്ല പ്രവൃത്തി അല്ലെങ്കിൽ അങ്ങേരെ അടുത്തൊരു റെസ്പോൺസിബിലിറ്റി, അങ്ങേരെ ഇറങ്ങിത്തിരിച്ച ആ ഒരു നല്ലൊരു പ്രവൃത്തിനെ ഇവിടെയുള്ള ആൾക്കാർ ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുന്നതിന് പകരം അയാളുടെ വേഷത്തെ കളിയാക്കുന്നു. അയാൾ ഒരുപാട് പട്ടാളക്കാർ അയാൾക്ക് നേതൃത്വം നൽകിയതിനെ കളിയാക്കിയിട്ട് ചീത്ത വിളിക്കുന്നു, തെറി വിളിക്കുന്നു, പരിഹസിക്കുന്നു, പട്ടി ഷോ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടെന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നു. അതാ ഞാൻ പറയുന്നത്, ഈ നെഗറ്റീവായിട്ടുള്ള കണ്ണുകൊണ്ട് കാണുന്ന അല്ലെങ്കിൽ കുറ്റം പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാർക്ക് നല്ലതൊന്നും കണ്ണ് പറ്റില്ല. നല്ലതൊക്കെ മുമ്പിൽ ഇങ്ങനെ നടക്കുന്നുണ്ടാവും കേട്ടോ. നല്ല കാര്യങ്ങൾ ഇങ്ങനെ മുമ്പിൽ നടക്കുന്നുണ്ടാവും, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. പക്ഷെ എന്തോ ഈ സാഡിസ്റ്റിക് ആയിട്ടുള്ളൊരു മനോഭാവം അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു മനോഭാവം കാരണം അതൊന്നും എടുത്തു പറയാൻ അല്ലെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സ് വരില്ല. മനസ്സിലായില്ലേ? അവർക്കൊരു പുച്ഛ മനോഭാവം അല്ലെങ്കിൽ അവരെന്തെങ്കിലും കിട്ടിയാൽ കളിയാക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആളുകൾ മാത്രമാണ് ആക്ച്വലി ഉള്ളത്. ഇതിൽ പല കാരണങ്ങൾ ആക്ച്വലി ഉണ്ടാവും കേട്ടോ. ഇതിൽ എന്താണ് പറയുക, നടൻ്റെ ഹെയ്റ്റർ എന്നുള്ള രീതിയിൽ നടക്കുന്ന ആൾക്കാർ അയാളെ കളിയാക്കുന്നുണ്ടാവും.
ജാതി മതം ഇതൊരു വിഷയം വന്നിട്ടുണ്ടാവും. കാരണം അത്തരത്തിലുള്ള കമന്റുകളും ആക്ച്വലി നൈസായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കമന്റുകളും ഒക്കെ എന്താണ് പറയുക, ഒരു പുള്ളിയുടെ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ താഴെ വരുന്ന കമന്റുകളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അതായത് ആ മറ്റേ എയർപോർട്ടിൽ നിന്ന് വരുന്ന ഒരു സീനിന്റെ ക്ലിപ്പിന്റെ താഴെ വന്ന കമന്റുകളിൽ നിന്നൊക്കെ മനസ്സിലായ ഒരു കാര്യമാണ്. രാഷ്ട്രീയപരമായിട്ടും അങ്ങേരെ ഒരുമാതിരി ചവിട്ടിത്താഴ്ത്തുന്ന ഇഴുത്തിക്കൊണ്ടുള്ള സാധനങ്ങളൊക്കെ ആക്ച്വലി നല്ല രീതിയിൽ വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വേർതിരിവുകൾ ഇപ്പോൾ മതം, രാഷ്ട്രീയം, ജാതി, എന്താണ് പറയുക, പ്രവർത്തിക്കുന്ന മേഖലകൾ, ഇത്തരത്തിലുള്ള വേർതിരിവുകളോട് കൂടിയിട്ട് ആണ് ഇവിടുത്തെ പല മനുഷ്യരെയും കാണുന്നത്. അത്തരത്തിലുള്ള വേർതിരിവുകൾ ഭയങ്കര പ്രശ്നമാണ്. അത്തരത്തിലുള്ള വേർതിരിവുകൾ വളരെ എന്താണ് പറയുക, ഇത്തരത്തിലുള്ള സാഹചര്യത്തിലും എടുത്തിട്ട് തുപ്പുന്ന സമയത്ത്, നമുക്ക് കാണുന്ന സമയത്ത് ആ വേർതിരിവുകൾ കാണിക്കുന്ന ആൾക്കാരെയൊക്കെ ഇവിടുന്ന് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതാണ്. അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ട ആൾക്കാരാണ് അവരൊന്നും. ഇവിടെ ജീവിച്ചു പോകാൻ അർഹരായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം ഈ ഒരു സാഹചര്യം പോലും മനസ്സിലാക്കാണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ദുരിത സാഹചര്യം പോലും മനസ്സിലാക്കാണ്ട് അവിടെയും കയറിയിട്ട് കുറ്റം കണ്ടുപിടിക്കുക, പറയാനല്ലേ ആൾക്കാർക്കൊരു ഉന്മേഷം. അപ്പോൾ അത് കാണുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ആൾക്കാരുടെ ഒരു മനോഭാവവും ചിന്താഗതി. ഞാനത് എൻ്റെ പണ്ടുള്ള പല വീഡിയോസിൻ്റെ ഒക്കെ പല വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ ഞാൻ പറയാറുണ്ട്, ഈ സാധാരണക്കാർ, പാവപ്പെട്ടവർ ഇങ്ങനെ വേർതിരിച്ച് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. എല്ലാവരെയും ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് അങ്ങ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്നൊരു കുഴപ്പമേ ഉള്ളൂ. ഇത് സാധാരണക്കാർ, പാവപ്പെട്ടവരെന്ന് പറയുന്നത് കുഴപ്പമില്ല. പക്ഷെ ഇത് പറയുന്ന ചില ആളുകൾക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ പ്രവർത്തികൾ, അതിപ്പോൾ സിനിമാക്കാരെന്നല്ല, ആരാണെങ്കിലും കാശുള്ള ആൾക്കാർ പറഞ്ഞാൽ ഈ സോക്കോൾഡ് ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഈ കുറ്റം പറയുന്ന ആൾക്കാരുടെ മനോഭാവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഈ കാശുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർ കാണിക്കുന്ന കാര്യങ്ങൾ കാണുന്ന സമയത്ത് അതിനെ അക്സെപ്റ്റ് ചെയ്യാതെ അവരെ ഒരു അഹങ്കാരികളും അല്ലെങ്കിൽ മറച്ചവന്മാരും ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു തേർഡ് റേറ്റ് ചിന്ത ഉണ്ടല്ലോ, അതൊരു വൃത്തികെട്ട ഏർപ്പാടാണ്. അപ്പോൾ ലാലേട്ടൻ ഞാൻ മമ്മൂട്ടി ഫാനാണ്. മമ്മൂട്ടി ഫാനാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനുഷ്യന്മാരെ തമ്മിൽ വേർതിരിവോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പലരുടെയും ഫാനൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് എല്ലാവരോടും ഇഷ്ടമാണ്. നമ്മളെല്ലാവരും ഒരേപോലെ കാണുന്നുള്ളൂ. നമ്മുടെ മമ്മൂട്ടി ഫാനാണെങ്കിലും ലാലേട്ടൻ നല്ലൊരു പരിപാടി ചെയ്യുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു പ്രവൃത്തി ചെയ്ത് കാണുന്ന സമയത്ത് അയാളുടെ നല്ല വശങ്ങൾ കാണാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും അതിനെ 100% അക്സെപ്റ്റ് ചെയ്യാനും കൂടുതൽ എൻകറേജ് ചെയ്യാനുമാണ് പേഴ്സണലി എനിക്ക് താല്പര്യം. എനിക്ക് ഈ ആളുകളുടെ ഈ കുറ്റം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആളുകൾ എന്തെങ്കിലുമൊക്കെ നല്ലത് കാണുമ്പോഴും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കൊനഷ്ട് കണ്ടുപിടിച്ചിട്ട് പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കാണുന്ന സമയത്ത് അത് കണ്ട് ആനന്ദിക്കാനാണ് പേഴ്സണലി എനിക്കിഷ്ടം. അപ്പോൾ എന്തായാലും അടിപൊളിയാവട്ടെ. എന്താണ് ലാലേട്ടൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ഒരു പൈസയും കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരം, അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ വളരെ മോശമാണല്ലോ വയനാട്. അപ്പോൾ അതിന്ന് പുരോഗമനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവട്ടെ. അപ്പോൾ ഞാനിതുവരെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു വേർതിരിവിനെ കുറിച്ചിട്ടും കൂടിയും പറയാം. ഈവൻ സിനിമയിൽ മോഹൻലാൽ, മമ്മൂട്ടി ഇവരുടെ ജാതി നോക്കി വരെ ഫാനായിട്ടുള്ള ആൾക്കാരുണ്ട്. ജാതി നോക്കി വരെ അവരുടെ നടൻ എന്നുള്ള രീതിയിലല്ലാതെ അവരുടെ ജാതി നോക്കിയ മോഹൻലാൽ ഇന്ന ജാതി, മമ്മൂട്ടി ഇന്ന ജാതി, അങ്ങനെ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ ഇന്ന ജാതി ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന ആളുടെ ഫാന്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളെ വാഴ്ത്തും, ഇങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്. സിനിമയെ പോലും ഒരു സിനിമയായിട്ട് കൺസിഡർ ചെയ്യാണ്ട് സിനിമാ നടന്മാരെ ആ ഒരു ആർട്ടിസ്റ്റുകളായിട്ട് കൺസിഡർ ചെയ്യുന്നതിന് പകരം അവിടെയും ജാതി, രാഷ്ട്രീയം എന്നുള്ള രീതിയിൽ കണ്ടിട്ടാണ് പലരും പലരുടെയും ഫാന് പോലും ആവുന്ന എന്നുള്ളൊരു വൃത്തികെട്ട ഗതികേട് ആക്ച്വലി നമ്മുടെ നാട്ടിൽ ആക്ച്വലി ഉണ്ട്. ഇതൊക്കെ എപ്പം മാറാനാണ്? അപ്പോൾ ശരി, എന്നാൽ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ സിനിമാ നടന്മാരായിക്കോട്ടെ, ആരായിക്കോട്ടെ, അവനവനെ കൊണ്ട് പറ്റുന്ന ധനസഹായം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവനവനെ കൊണ്ട് പറ്റുന്ന എന്ത് തരത്തിലുള്ള സഹായം ആയിക്കോട്ടെ, ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ചെയ്യുന്നത് ചെറുതാണെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും സഹായം തന്നെയാണ്. അതിനെ നല്ല മനസ്സോട് കൂടിയിട്ട് ആൾക്കാർ മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അല്ലാണ്ട്
ഇതിൽ കയറിയിട്ട് ഇത്രയുള്ള എന്നുള്ള ചിന്തയുടെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ കുറേ ആൾക്കാരുടെ ഇതൊക്കെ കണ്ടായിരുന്നു. അത് മോഹൻലാലിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നു, വേറെയുള്ള ചില ഇതാണ്. അത് പോട്ടെ, അതൊന്നും നമ്മൾ പറയണ്ട. അപ്പോൾ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, പുച്ഛിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, പരിഹസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആർക്കും ഒരു ഉപകാരം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ആര് ചെയ്യുന്ന നല്ല പ്രവൃത്തിയെ എൻകറേജ് ചെയ്തില്ലെങ്കിലും പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നെഗറ്റിവിറ്റി തുപ്പാതിരിക്കുക, എന്താ പറയുക, വൃത്തികേടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സൈലൻ്റായിട്ടൊന്ന് ഇരുന്ന് തരിക എന്നുള്ളത് മാത്രമാണ് നമുക്കൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.